ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് കൂടുതൽ ആൾക്കാരും ചോദിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഓവർലോക്ക് മെഷീനിൽ എങ്ങനെയാണ് നമ്മൾ നൂല് കോർത്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവർലോക്ക് മെഷീൻ. അപ്പോൾ ഈ ഒരു മെഷീനിലാണ് നമ്മൾ നൂല് കോർക്കുന്നത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഉള്ളിൽ കൂടിയൊക്കെ നൂല് കോർക്കേണ്ടതുണ്ട്. ഇവിടെയൊക്കെ നൂല് കോർത്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗത്തുള്ള ഈ ഒരു പ്ലേറ്റ് നീക്കി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഭാഗത്തും നമുക്ക് നൂല് കോർക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെയുള്ള നൂലൊക്കെ ഒന്ന് അഴിച്ച് മാറ്റുകയാണ്. വീണ്ടും നമ്മൾ നൂലിടുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടോ, ഈ ഒരു ഓവർലോക്ക് മെഷീൻ നമുക്ക് 3 നൂലാണുള്ളത് കണ്ടോ. നമുക്കിത് കോൺ നൂലായിട്ടുള്ള നൂലും വാങ്ങിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയൊരു നൂല് വാങ്ങിയിട്ടും നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് 3 നൂലാണുള്ളത്. അപ്പോൾ ഈ ഒരു വലത് സൈഡിലുള്ള ഈ ഒരു നൂലാണ് നമ്മൾ ആദ്യം കോർത്തെടുക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് മുകൾ ഭാഗത്ത് ഈ ഒരു നൂല് കൊടുക്കേണ്ട മുകൾ ഭാഗത്ത് ഒരു ക്ലിപ്പ് ഉണ്ടാവും. അതിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഈ ഒരു ഹോൾസ് കണ്ടോ, ഈ ഒരു സ്പ്രിംഗ് ഒക്കെ വരുന്ന ഹെഡിൽ വരുന്ന ഈ ഒരു സ്പ്രിങ് വരുന്ന ഭാഗത്ത് 2 ഭാഗത്തായിട്ടാണ് നമുക്ക് ഹോൾസ് ഉണ്ടാവുക, ഇവിടെയും ഇവിടെയും. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഹോൾസിലാണ് നമ്മൾ ഈ ഒരു വലത്ത് സൈഡിൽ നിന്ന് വരുന്ന നൂല് നമ്മൾ കോർത്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നൂല് കോർത്തെടുക്കാൻ നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് ഇതുപോലെ നൂലിനൊന്ന് മടക്കി പിടിച്ച് ഇവിടെ ഒന്ന് പിരിച്ചു കൊടുത്താൽ നമുക്ക് നല്ലൊരു തിക്ക് കിട്ടും നൂലിൽ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വേഗം കോർത്തെടുക്കാൻ പറ്റും കണ്ടോ. ഇതുപോലെ കോർക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹോളിൽ കൂടി കണ്ടോ, ഇവിടെയുള്ള ഈ ഒരു ഹോളിൽ കൂടി ഇതുപോലെ കോർത്തെടുക്കുക. നമുക്ക് ഈ ഒരു ഓവർലോക്ക് നൂലിൽ കോർത്തെടുക്കാൻ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള നൂലാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ കൈകളിലുള്ള ഈ ഒരു പ്ലക്കർ നിങ്ങൾക്ക് ഉപകരിക്കും ഓവർലോക്ക് നൂലൊക്കെ ഇടുവാൻ വേണ്ടി കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഹോൾസിൽ കൂടി ഇതുപോലെ താഴ്ത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്ക് താഴ്ത്തി കൊടുത്ത് ഇനി നമുക്ക് ഇവിടെ ഒരു അടിവശത്ത് ഒരു സ്പ്രിംഗ് ഉണ്ട് കണ്ടോ. ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം നമുക്കിവിടെ ആ ഒരു സ്പ്രിങ്ങിന് തൊട്ടടുത്തായിട്ട് ഒരു ഹോൾ കൂടിയുണ്ട് കണ്ടോ, ചെറിയൊരു ഹോളുണ്ട്. ആ ഒരു ഹോളിൽ കൂടി ഇതുപോലെ കോർത്തെടുക്കും കേട്ടോ. ഇവിടെയൊക്കെ ഈ ഒരു പ്ലക്കർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കോർത്തെടുക്കാൻ കഴിയും. നമുക്ക് കൈകൊണ്ട് കോർത്തെടുക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ കണ്ടോ, 2 കുളത്ത് കണ്ടോ. ആ ഒരു കുളത്തിൽ ഒന്നിൽ കണ്ടോ, ഈ ഒരു ഭാഗത്തുള്ള കുളത്തിൽ ആദ്യം ഒരു ഇതുപോലെ ഒന്ന് കുളത്തിയതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ കണ്ടോ, നമുക്കൊരു കൊക്ക കണ്ടോ, ഒരു കൊക്ക പോലെ ഇവിടുന്ന് ചലിക്കുന്ന ഒരു ഭാഗം കണ്ടോ. ഈ ഒരു ഭാഗം അവിടെയും നമുക്ക് ഇതുപോലെ കുളത്തി കൊടുക്കാം. അതിവിടെ നമുക്ക് ആ ഒരു ഹോളിൽ കൂടിയല്ല ഇട്ട് കൊടുക്കേണ്ടത്. ആ ഒരു ഹോളിന് മുകളിലായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. ഈ ഒരു ഇതിൽ കൂടി ഒന്ന് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു കുളത്ത് പോലെയുള്ള ഈ ഒരു ഭാഗത്തും ഇതുപോലെ ചെയ്തു കൊടുക്കുക കണ്ടോ. ഇനി നമുക്ക് ഈ ഒരു വീലിനെ നമ്മൾ ഇതുപോലെ ചലിപ്പിച്ചാൽ നമുക്ക് ഇവിടെ കണ്ടോ ഒരു ഭാഗം കണ്ടോ നമുക്ക് ചലിക്കുന്നത്. ആ ഒരു ഭാഗത്ത് നമുക്കൊരു ഹോളുണ്ട്. ആ ഒരു ഹോള് നമുക്ക് ഇവിടെ നമുക്ക് കാണുന്ന രീതിയിലും ഒരു ഹോളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എൻഡ് വശത്ത് നമുക്കൊരു മൂർച്ചയുള്ള ഭാഗത്ത് നമുക്ക് സൂചിയുടെ ഭാഗത്തേക്ക് വരുന്ന ഭാഗമാണ്. അവിടെയും നമുക്ക് ഹോൾ ഉണ്ടാകും. ഇനി നമ്മൾ ആദ്യം ഈ ഒരു ഹോളിൽ കൂടി ഇതുപോലെയാണ് എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ഇതുപോലെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ വീണ്ടും നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് മെഷീനെ ചലിപ്പിച്ചാൽ നമുക്ക് കണ്ടോ ആ ഒരു സൂചിയുടെ ഭാഗത്ത് നമുക്കൊരു കൊക്ക പോലെ വരുന്നുണ്ടോ കണ്ടോ, ഒരു കൂർത്ത ഒരു ഭാഗം. ആ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കോർത്ത ആ ഒരു സ്ഥലമില്ലേ, നമ്മൾ ഇവിടെ നിന്ന് കോർത്ത ആ ഒരു പീസ് ഭാഗത്തിൻ്റെ കോണ് വശമാണിത് കണ്ടോ. ഇവിടെയുള്ള ആ ഒരു കൊക്ക പോലത്തെ ഭാഗം അത് നമുക്ക് സൂചിയുടെ അടുത്താണ് ആ ഒരു ഭാഗം വരിക. അവിടെ വെച്ച് നമുക്ക് ഇതുപോലെ മുകൾ ഭാഗത്ത് നിന്ന് ഇതുപോലെ കോർത്തെടുക്കാം കണ്ടോ. ഇതുപോലെ കോർത്തെടുക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വലത്ത് സൈഡിൽ നിന്ന് വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ കോർത്തെടുത്ത് കഴിഞ്ഞു കണ്ടോ. ഈ ഒരു ക്ലിപ്പിൻ്റെ സൈഡ് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് കോർത്തെടുത്തത് കണ്ടോ. ഈ ഒരു ഭാഗത്ത് കോർത്തതാണ് ഇവിടെ കണ്ടോ. ഇവിടെ നമ്മൾ ഈ ഒരു കോർത്ത ഭാഗം തന്നെയാണ് നമുക്ക് ആ ഒരു മുകൾ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ വരുന്ന ആ ഒരു പോയിന്റ് വരുന്ന പോലെ വരുന്ന ഭാഗവും അതേ പീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വലത്ത് സൈഡിലുള്ള
നൂല് നമ്മൾ കോർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഇടത്ത് സൈഡിലുള്ള ഭാഗമാണ് നൂലാണ് നമുക്ക് കോർത്തെടുക്കുന്നത്. അത് നമ്മുടെ ബാക്ക് വശത്ത് കൂടി മിഷ്യൻ്റെ ബാക്ക് വശത്ത് കൂടിയാണ് കോർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കണ്ടോ ഇവിടെ ഒരു ഭാഗം കണ്ടോ ഇവിടെ ഈ ഒരു പീസിൻ്റെ ബാക്ക് വശത്തായി എൻഡ് വശത്തായി നമുക്കൊരു ഹോളുണ്ട്. ആ ഒരു ഹോളിൽ കൂടി ഇതുപോലെ നൂലിനെ കോർത്തെടുക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു അയച്ചെടുക്കാൻ കഴിയുന്ന ഈ ഒരു പ്ലേറ്റില്ലേ, ഈ ഒരു പ്ലേറ്റിൻ്റെ ബാക്ക് വശത്ത് കൂടി ഇവിടെയും ഒരു ഹോളുണ്ട്. ആ ഒരു ഹോളിൽ കൂടി നമുക്കിതിനെ ഉൾവശത്തേക്ക് കടത്തിയെടുക്കുക. ഇതുപോലെ ഉൾവശത്തേക്ക് കടത്തിയെടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു സ്പ്രിങ്ങിൽ കൂടി കണ്ടോ ഇവിടെയും കണ്ടോ ഒരു ഇതുപോലെ കടത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇവിടെ കണ്ടോ ഒരു ദ്വാരം കണ്ടോ ഒരു ഹോള് കണ്ടോ ഇവിടെ ഈ ഒരു ഹോള് ഇതിൽ കൂടിയാണ് നൂല് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഒന്ന് കട്ടിയോടുകൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കും. കണ്ടോ നൂലിനൊന്ന് പിരിച്ചു കൊടുത്താൽ നമുക്കിത് എളുപ്പത്തിൽ ഈ ഒരു ഹോളിൽ കൂടി കടത്തി വിടാൻ കഴിയും. കണ്ടോ നൂലിന് കാരണം അല്പം നീളം കൂടുതലുണ്ട് ഈ ഒരു ഹോളിന്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ചെറുതായി ഒന്ന് തള്ളിക്കൊടുത്താൽ നമുക്ക് ആ ഒരു നൂല് ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോ പുറത്തേക്ക് വരുന്നത് കണ്ടോ ഇതുപോലെ വരും. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇത് വലിച്ചെടുക്കാം. കണ്ടോ ഇവിടെ നിന്ന് വലിച്ചെടുക്കും. ഇനി നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ഭാഗം കോർത്തെടുക്കാം. ഇത് നമുക്ക് ഉൾവശത്താണ് ഉള്ളത്. ഇവിടെ ഈ ഒരു ഉൾവശത്ത് നമുക്കൊരു കൊക്ക പോലെയുള്ള ഒരു ഭാഗമുണ്ട് കണ്ടോ. ആ ഒരു ഭാഗത്താണ് നമ്മൾ കോർത്തെടുക്കേണ്ടത്. അതിന് നമ്മൾ ഇതുപോലെ ഒന്ന് നൂല് കോർത്ത് വെച്ച ശേഷം ഇവിടെ ഉൾവശത്ത് നിന്ന് ഇവിടെ ഒരു കോർത്തെടുക്കണം കണ്ടോ. ഈ ഒരു ഭാഗം കോർത്തെടുക്കാൻ നമുക്ക് ഇതുപോലൊരു പ്ലക്കർ 2 പ്ലക്കറോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയും. അല്പം ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ഭാഗം ചെയ്തെടുക്കാൻ വേണ്ടി നൂലൊന്ന് കോർത്തെടുക്കാൻ. ഇവിടെ നമുക്കത് കോർത്തെടുത്ത് നമുക്കിതുപോലെ വലിച്ചെടുക്കാം കണ്ടോ. ഇനി നമ്മൾ ഇവിടെയും ഒരു കണ്ടോ ഇതുപോലെ കോർത്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇവിടെ നമുക്കൊരു കൊക്ക പോലെയുള്ള ഭാഗമുണ്ടോ അവിടെയും കോർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെയും ഈ ഒരു ആദ്യ ഭാഗത്ത് നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെയും എൻഡ് വശത്ത് വീണ്ടും ഒരു ഹോൾ ഉണ്ടാകും. അവിടെയും നമ്മൾ ഇതുപോലെ കോർത്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണ് നൂല് കോർക്കുന്നതെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഏത് ഭാഗത്തേക്കാണ് കോർത്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് വശത്തു നിന്നുള്ള 2 സൈഡ് ഭാഗത്തു നിന്നുള്ള നൂലും നമ്മൾ കോർത്ത് കഴിഞ്ഞു കണ്ടോ. വലത്ത് സൈഡിൽ നിന്നും ഇടത്ത് സൈഡിൽ നിന്നുള്ള നൂല് നമ്മൾ കോർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിൽ നിന്ന് വരുന്ന നൂലാണ് നമുക്ക് കോർത്തെടുക്കേണ്ടത് കണ്ടോ. ഈ ഒരു നൂല് നമ്മുടെ സെൻറ്റർ ഭാഗത്ത് നമ്മുടെ 3 നൂലിൽ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് വരുന്ന നൂലാണ് നമ്മൾ ഇനി കോർത്തെടുക്കേണ്ടത്. ഇത് നമ്മുടെ സൂചിയിലേക്ക് വരുന്ന നൂലാണ് കണ്ടോ. ഇതാണ് നമ്മളിനി കോർത്തെടുക്കേണ്ടത്. ഈ ഒരു നൂലിനെ നമ്മൾ ഇവിടെ ഇതുപോലെ കണ്ടോ ഇവിടെ കണ്ടോ നമ്മൾ നേരത്തെ കോർത്തെടുത്തുള്ള ആ ഒരു ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇവിടെ 2 ദ്വാരങ്ങളുണ്ട്. ആ ഒരു ഹോളിൽ കൂടിയാണ് നമ്മളിത് നൂലെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ഒരു നൂലിൽ കൂടി എടുത്ത ശേഷം നമുക്ക് ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കൂടി വിടണം. പക്ഷെ നമ്മളത് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇതുപോലെ കോർത്തെടുക്കുന്നതിനേക്കാൾ മുന്നേ ഈ ഒരു നമ്മുടെ മുകളിൽ കാണുന്ന ഈ ഒരു സ്പ്രിങ് ഇല്ലേ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ നേരത്തെ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തതുപോലെ കൊടുക്കണം. അത് നമ്മളത് വിട്ടുപോയതാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് കൂടെ ഉള്ളിലേക്ക് കൊടുക്കുക കണ്ടോ ഇതുപോലെ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടോ ചെറിയൊരു ഹോള് കണ്ടോ ഇവിടെ ആ ഒരു സിൽവർ കളർ കാണുന്ന അവിടെ നമ്മൾ ഇതുപോലെ കോർത്ത് കൊടുക്കും കണ്ടോ. നമ്മൾ മുകളിലുള്ള ഭാഗം നമ്മുടെ സ്പ്രിങ്ങിൻ്റെ ഭാഗം നമ്മൾ കോർത്തതിന് ശേഷം ഇളകിപ്പോയതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കോർത്തെടുക്കണം. നിർബന്ധമായും അത് കോർത്തെടുക്കേണ്ട ഭാഗമാണ് മുകളിൽ കാണുന്ന ആ ഒരു സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കൂടി. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഹോളിൽ കൂടി കണ്ടോ ഇതുപോലെ കോർത്തെടുത്ത് ഇനി നമുക്ക് താഴോട്ടേക്ക് കണ്ടോ ഇതുപോലെ ഇവിടെയുള്ള ചെറിയൊരു സ്പ്രിങ് ആണ് അവിടെ ഉണ്ടാകുക. അവിടെയും കോർത്തെടുത്ത ശേഷം നമുക്ക് സൂചിയിലേക്ക് ഇനി നൂല് കോർത്തെടുക്കാം കണ്ടോ ഇതുപോലെ സൂചിയിലേക്ക് നൂല് കോർത്തെടുക്കുക. അപ്പോൾ നമ്മൾ 3 നൂലും നമ്മൾ കോർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീല് ഒരു 1-2 തവണ ഒന്ന് ചലിപ്പിച്ചു കൊടുക്കുക
കണ്ടോ ഇതുപോലെ നമ്മൾ ഈ ഒരു ഉൾവശത്ത് വരുന്ന നൂലില്ലേ നമ്മുടെ ബാക്ക് ഭാഗത്ത് നിന്ന് വന്ന ആ ഒരു നൂല് നമ്മൾ അല്പം ഒന്ന് പിടിച്ചു കൊടുക്കണം. കണ്ടോ ഒരു 3-4 തവണ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തിരിച്ച സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ കണ്ടോ ഈ ഒരു നൂല് എപ്പോഴും നമ്മുടെ ഇവിടെയുള്ള ആ ഒരു വെയിൽ നമ്മുടെ ആ ഒരു തിരിയുന്ന ഭാഗമില്ലേ അവിടെ കുടുങ്ങുവാൻ സാധ്യതയുണ്ട് ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മളൊരു 3-4 സ്റ്റിച്ച് നമുക്കൊന്ന് തയ്യലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം നൂല് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലേറ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതുപോലെ 2 ഭാഗത്തുള്ള പ്ലേറ്റും അടച്ചു കൊടുത്ത ശേഷം നമുക്കിത് ഓവർലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നൂല് ഈ ഒരു ഉൾവശത്ത് നിന്ന് വന്ന നൂല് ബാക്ക് വശത്ത് നിന്ന് വരുന്ന നൂല് നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അതെപ്പോഴും ഉൾവശത്തുള്ള ആ ഒരു റൗണ്ട് തിരിയുന്ന ഭാഗത്ത് കുടുങ്ങാൻ സാധ്യത ഉണ്ടാകും. അപ്പം നമുക്കിനി ഇതുപോലെ ഓവർലോക്ക് ചെയ്തെടുക്കാം. കണ്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഓവർലോക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഓവർലോക്കിൻ്റെ നൂല് നമുക്ക് ടൈറ്റോ ലൂസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പ്രിങ്ങിലും അതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റ് നീക്കിയാൽ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു സ്പ്രിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുകൾ ഭാഗത്തുള്ള സ്പ്രിങ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടോ ഈ ഒരു ഭാഗത്തുള്ള സ്പ്രിങ്ങിലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.